ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വന്നിട്ട് അശ്വിൻ്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാണ്. ഹൗ ഡയറി എന്ന് ചോദിച്ചിട്ട് അശ്വിൻ ചാടി എഴുന്നേൽക്കാണ്. എൻ്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ എന്ത് ധൈര്യമുണ്ട് നിങ്ങൾക്ക് ആരാണ് അതിനുള്ള അവകാശം തന്നതൊക്കെ ചോദിച്ച് അശ്വിൻ ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ അങ്ങനെ ചൂടാവൊന്നും വേണ്ട, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെന്നൊക്കെ പറയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് നടക്കൂല. ഞാൻ എന്തായാലും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വിവാഹത്തോട് കൂടിയിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടിരിക്കുകയാണ്, എൻ്റെ വീട്ടുകാരുടെ മുന്നിലും നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിലും. അപ്പോൾ അത് എന്തിൻ്റെ പേരിലാണെന്ന് നിങ്ങൾ പറയാനുള്ള ബാധ്യസ്ഥനാണ് നിങ്ങൾ. പക്ഷേ ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും വേണ്ട, നിങ്ങളുടെ വീട്ടുകാരോട് പറയാം, എൻ്റെ വീട്ടുകാരോട് പറയാം. അതിന് എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ടില്ല, നീ ഒരിക്കലും പോകാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തോന്നലാണ്, ഞാൻ എന്തായാലും പോകും തന്നെ പറയാൻ കേട്ടോ. ശ്രുതികുമാരി ലക്ഷ്മി, നീ പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും പ്രീതി ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നൊക്കെ പറയാണ്. ഞാൻ എന്തായാലും പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം പിന്നീട് മനോരമ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് പ്രീതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളെന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കരിഞ്ഞ പായസം ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറയൂട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി അനിയത്തിയും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഈ സമയത്ത് ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതി പറയും, അയ്യോ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പായസം കരിഞ്ഞത് കാണുമ്പോൾ അയ്യോ ഞാൻ അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ആൻറ്റി, ഞാൻ ശ്രുതിയോട് ഓഫ് ചെയ്യാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അയ്യോ ചേച്ചി ഞാൻ കേട്ടില്ല ചേച്ചി പറഞ്ഞത്, സോറി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനോരമയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ പ്രീതി കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടില്ല എനിക്ക് ബേബി ഒരു പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിനൊക്കെ എത്ര വലിയ പ്രശ്നമുണ്ടോ ആൻറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്യും, എന്നിട്ട് ഇവളുടെ കണ്ണീരും കൂടെ ഷൂട്ട് ചെയ്യും, ഇവളുടെ ക്രോക്കഡൈൽ കണ്ണീര് ഷൂട്ട് ചെയ്തിട്ടേ ഇവൾക്ക് എന്നെ കൊടുക്കുക, എന്നിട്ട് ഇവളെൻ്റെ പോയിട്ട് കേസ് കൊടുക്കട്ടെ, അമ്മായിമ്മ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് വഴക്ക് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആകാശ് വന്നിട്ട് ആകാശ് പറയും, മതി അമ്മേ നിർത്ത്, നമ്മൾ കുറേ നേരമായല്ലോ പ്രീതി ഇങ്ങനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രീതി ഒരിക്കലും ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് സംഭവിച്ചു പോയില്ലേ, ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അമ്മ അവളെ കുറ്റപ്പെടുത്തണ്ട. അമ്മ രാവിലെ തുടങ്ങിയിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അയ്യോ അശ്വിൻ ബേബി നീ എന്നോട് ഇങ്ങനെ ആണോ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഇവളുടെ തലയണ മന്ത്രമായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അശ്വിനല്ല ആകാശിനെ കുറ്റം പറയാൻ കേട്ടോ. അങ്ങനെ മനോരമ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ആ പായസം എടുത്ത് പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുത്, അങ്ങനെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് മുത്തശ്ശിനോട് പ്രീതി പറഞ്ഞു, മുത്തശ്ശി ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, ആ മനോരമയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ മോളെ, നീ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നും പോകും കേട്ടോ. ആകാശ് വന്നിട്ട് പ്രീതിയോട് പറഞ്ഞു, പ്രീതി താനിങ്ങനെ കരയല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി പ്രീതിയോട് പറയും, ചേച്ചി സോറി ചേച്ചി ഞാനത് ഓർത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട്, അതെ തന്നെ കരയിക്കില്ല, ഞാൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാണ്, അതിന് താൻ എന്നെ സഹായിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും പ്രീതി കണ്ണീരൊക്കെ തുടക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഏതവസ്ഥയിലും ആകാശ് സാറ് ചേച്ചിയുടെ കൂടെ ഉണ്ടാവും, എനിക്ക് ഇപ്പം മനസ്സിലായി, എൻ്റെ ചേച്ചിന് ഒരിക്കലും കൈവിടിയരുത് കേട്ടോ എന്നൊക്കെ പറയേ. അപ്പോഴേക്കും പ്രീതി ഇങ്ങനെ പറയും, സാരില്ല മോളെ അതൊക്കെ കഴിഞ്ഞു പോയി, എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ശ്രുതി ഇങ്ങനെ പ്രീതിനെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അശ്വിൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വേഗം തന്നെ ബാൽക്കണിയിലേക്ക് ചെല്ലണം. ബാൽക്കണിയിൽ നോക്കുമ്പോൾ ശ്രുതിനെ കാണുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അശ്വിൻ ഇങ്ങനെ വേഗം തന്നെ പേടിയാവാണ്. വേഗം തന്നെ പോയി ഇങ്ങോട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് ചെല്ലും. ബാത്റൂമിലും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ശ്രുതിനെ കാണാനില്ല. എന്നിട്ട് ബാത്റൂം തുറന്ന് നോക്കും, അപ്പോഴവിടെ ശ്രുതി ഇല്ല. വേഗം തന്നെ അശ്വിനും ആകെ ടെൻഷനാവാം കേട്ടോ. എന്നിട്ട് അശ്വിനും അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ മുത്തശ്ശി അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ രാവിലെ തന്നെ എവിടെ പോകുന്നു എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ മുത്തശ്ശി അത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും, ഞാൻ വീട്ടിലേക്കൊന്ന് പോകുകയാണ്. വീട്ടിലേക്കോ? വീട്ടിലേക്ക് പോകാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് പറയട്ടോ. അദ്ദേഹമോ? കുഞ്ഞിനാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞിട്ടാണ് നീ പോകുന്നത്? എല്ലാവരെയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി പറയും, നീ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ, കുഞ്ഞിനും കൂടെ പോകണ്ടേ അതിന്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് സംസാരിക്കാം. വേണ്ട മുത്തശ്ശി, ആദ്യം ഞാൻ തന്നെ പോകാം, പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം വന്നോളൂ എന്നൊക്കെ പറയട്ടോ.
അപ്പോൾ എന്തായാലും നീ തനിച്ച് പോകുന്നത് ശരിയല്ലല്ലോ ശ്രുതി, നീ തനിച്ച് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് ശ്യാമു വരാണ്. അതിനെന്താ രാജകുമാരി, ഞാൻ കൊണ്ടുവന്നാക്ക ശ്രുതി, ഞാനിപ്പോൾ എന്തായാലും ആ വഴിക്കാണല്ലോ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും. അപ്പം അഞ്ജലി പറയും വേണ്ട വേണ്ട, എന്തായാലും ശ്യാമേട്ടൻ ആ വഴിക്ക് പോകുന്നതല്ലേ, ശ്രുതിനെയും കൂടി അവിടെ ഇറക്കി തരും എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയും ആ ശരിയാണെന്ന് പറയും. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ശ്രുതിയും ശ്യാമും കൂടിയിട്ട് വണ്ടിയിൽ പോകുകയാണേ. അങ്ങനെ പോണ സമയത്ത് അശ്വിനെ കുറേ കുറ്റം പറയുന്നുണ്ട് ശ്യാമ്. ശ്രുതി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അശ്വിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങൾ വഴക്കിട്ട് ഇറങ്ങിയതെങ്ങാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അശ്വിൻ അങ്ങനെ ആയിപ്പോയി, അതിനെക്കുറിച്ച് നീ ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. നീ അങ്ങനെ ഇഷ്ടമില്ലാതെ നീ എന്തിനാണ് അവൻ്റെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. ഈ സമയത്ത് ശ്രുതി പറയും വണ്ടി നിർത്ത്, വണ്ടി നിർത്താനല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതെ, ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ വേണം, ആരുടെ കൂടെ വേണം എന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചോളാം, അതിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. പിന്നെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വില കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണ്ട, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.